ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കഫ്താൻ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ 290 ഒരു നൈറ്റി ബിറ്റാണ് കഫ്താൻ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തുണി മടക്കിയിട്ട് അളവുകൾ മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ തുണി നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വീതി വശമാണ്, ഇതിൻ്റെ നീളവശമാണ്. നമ്മൾ കഫ്താൻ നൈറ്റി കട്ട് ചെയ്യുമ്പോൾ അളവുകൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല വശത്താണ് മാർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നല്ല വശത്തൂടെയാണ് കഫ്താൻ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നത് നല്ല വശത്താണ്. എങ്കിലല്ലേ നമുക്ക് കറക്റ്റ് അളവ് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ഇത് വീതി വശം, ഇത് നീളവശം. ആദ്യം നമുക്ക് നൈറ്റി പീസിനെ ഇങ്ങനെ വീതി വശത്തേക്ക് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടെടുക്കണം ഇങ്ങനെ. പിന്നീട് ഇതിനെ നമ്മൾ ഒപ്പത്തിന് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതിനെ നീളവശത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടെടുക്കണം. ഞാൻ മടക്കിയിട്ട് ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം മടക്ക് വശം എൻ്റെ നേർക്കാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്താണ് വരുന്നത്. ഇവിടെ 4 പീസാണ് വരുന്നത്. 1 2 3 4. നമ്മളിവിടെ നല്ല വശം പുറമേ ആവുന്ന രീതിയിലാണ് തുണി മടക്കി ഇട്ടേക്കുന്നത്. ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന ഒരു ഡ്രസ്സാണ് കഫ്താൻ നൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഒറ്റ കട്ടിങ്ങേ വരുന്നുള്ളൂ. ഈ നെക്കിൻ്റെ ഭാഗത്ത് മാത്രമാണ്. സ്ലീവൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ജോയിൻറ്റ് ചെയ്താണ്. സെപ്പറേറ്റ് സ്ലീവ് ഒന്നും കട്ട് ചെയ്യേണ്ടി വരത്തില്ല. ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് അളവുകളൊക്കെ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ലെങ്താണ് മാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ മുകൾ വശം മടക്ക് വശമാണ് വരുന്നത്. ഇവിടെ ഷോൾഡറിനൊന്നും പ്രത്യേക സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല. നമുക്ക് മുകളിൽ നിന്നും ടേപ്പ് വെച്ച് എത്രയാണോ ലെങ്ത് വേണമെന്നത് അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് വേണം നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഇവിടെ 53 ഇഞ്ചാണ് എനിക്ക് വേണ്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ചേർത്ത് 54 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ലാർജ് സൈസിലുള്ള കഫ്താൻ നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഈ മടക്ക് വശത്തു നിന്നും ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മടക്ക് വശത്തു നിന്നും നമ്മളിവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് ആം ഹോളിൻ്റെ ലെങ്തും അതേ സെയിം 10 ഇഞ്ച് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ മടക്കുവശത്ത് നിന്ന് ഷോൾഡറിൻ്റെ അവിടേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് താഴേക്ക് ആം ഹോളിൻ്റെ ലെങ്തും 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് സ്ലീവിൻ്റെ ഓപ്പൺ റൗണ്ട് എത്രയാണോ വേണ്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ കഫ്താൻ നൈറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണല്ലോ. ഞാനിവിടെ 8 ഇഞ്ചാണ് ഈ ഓപ്പൺ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ സ്ലീവിൻ്റെ ഭാഗമാണ് വരുന്നത്. ഈ 4 ഓപ്പൺ സൈഡ് വരുന്ന ഭാഗത്തായിട്ട് മുകളിൽ നിന്ന് ടേപ്പ് വെച്ച് ഒരു 8 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ 8 ഇഞ്ചിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ, അവിടേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ചൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേസ്റ്റിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. മുകളിൽ നിന്നും ടേപ്പ് പിടിച്ച് എത്രയാണോ വേസ്റ്റ് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 15 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. പിന്നീട് ആ കറക്റ്റ് പോയിൻ്റ് അറിയാനായിട്ട് നമ്മൾ അപ്പുറത്തെ ആ നല്ല വശത്തേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 2 സൈഡിലും നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. ഇതിനായിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മളിവിടെ നിന്നും ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങ് നമ്മുടെ എവിടെ വരെയാണോ ലെങ്ത് മാർക്ക് ചെയ്തത് അവിടെ വരെ നമ്മളിങ്ങനെ വരച്ച് ആ ലെങ്ത് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് കർവ് ഷേപ്പ്, ആം ഹോളിൻ്റെ ഭാഗത്തൊരു കർവ് ഷേപ്പ് കൊടുത്ത് ഇങ്ങനെ വരച്ച് ഇവിടെ വരച്ച് ഇവിടെ ഇങ്ങനെ വീതി കുറച്ച് വരണം. ഇവിടുത്തെ വീതി കുറച്ച് വന്ന് നമ്മുടെ ലെങ്ത് എവിടെ വരെയാണോ മാർക്ക് ചെയ്ത് അവിടെ വരെ നമ്മൾ കൊണ്ടുവന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് താഴ്വശം തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് ആ പോയിൻറ്റിൽ നിന്നും ടേപ്പ് വെച്ച് 1 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് ഇവിടെ നിന്നൊന്ന് കർവ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കണം. എൻഡ് ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കർവ് വരച്ച് കൊടുക്കുന്നത്.
ഇവിടെ നമ്മളിപ്പോൾ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ട് ചെസ്റ്റിൻ്റെ ഭാഗത്തിനേക്കാട്ടിലും കുറച്ച് വീതി കൂടുതലാണ്. നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ വേസ്റ്റിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇനി നമുക്ക് പ്രധാനമായിട്ടും നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നെക്ക് വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. നമ്മളിവിടെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് 4 ഇഞ്ച്, 3 ഇഞ്ചിൽ നിന്നും 4 ഇഞ്ച് കുറച്ച് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ലെങ്ത് വരുന്നത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് ആ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ നീക്കി 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ് വന്നിരിക്കുന്നത്. ഇനി ബാക്ക് നെക്ക് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് ലെങ്ത് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് റൗണ്ട് നെക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി ആദ്യം നമ്മൾ ഈ ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ പീസിന്, ഇതിപ്പോൾ ബാക്ക് പീസാണല്ലോ, ഈ പീസിനെ മാറ്റിയിട്ട് ഫ്രണ്ട് പീസ് ഇങ്ങനെ ഉയർത്തി വെച്ചതിന് ശേഷമാണ് ഈ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ 2 പീസും കൂടെ ചേർത്ത് വെച്ച് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ബാക്ക് പീസിനെ ഇങ്ങനെ ഒന്ന് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഫ്രണ്ട് നെക്കും വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി ഷോൾഡറിൻ്റെ ഭാഗം അറിയുന്നതിനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാനായിട്ട് ഈ 2 പീസും കൂടെ ചേർത്ത് വെച്ച് അവിടെ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ്, കഫ്താൻ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് താഴ്വശവും കൂടെ ലെവലാക്കി വരച്ചല്ലോ നമ്മൾ, ലെങ്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ കർവ് ഷേപ്പിൽ വരച്ചതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് മാറ്റി മാർക്ക് ചെയ്യുന്നത് ആ എൻഡ് ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കാതിരിക്കാനായിട്ടാണ്. അങ്ങനെ നമ്മുടെ കഫ്താൻ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഈ ബ്ലാക്ക് ലൈനിങ് പീസിൽ നിന്നും കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്താണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് ക്രോസ് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഇതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാനത് വീണ്ടും കാണിക്കുന്നില്ല. ഞാൻ ഈ ബ്ലാക്ക് ലൈനിങ് പീസിൽ നിന്നും കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ ഇവിടെ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡൊന്ന് 4 ഇഞ്ച് വീതിയിൽ മടക്കി എടുക്കണം. ഫുള്ളും ഇങ്ങനെ 4 ഇഞ്ച് വീതിയിൽ ഒരു സൈഡ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഇവിടെ ക്രോസ് പീസ് ഒരു സൈഡിൽ 4 ഇഞ്ച് വീതിയിൽ മടക്കി നമ്മൾ ഫുള്ളും മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കണം. നമ്മളിവിടെ തുണിയുടെ നല്ല വശം മുകളിലാവുന്ന രീതിയിൽ ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്ക് കട്ട് ചെയ്തപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് 2 സൈഡിലും നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ്. നമ്മൾ ആ നോച്ചിട്ട ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നും നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതാണ്. ക്രോസ് പീസിൻ്റെ നല്ല വശം തുണിയുടെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നല്ല വശം ചേർത്ത് വെച്ചിങ്ങനെ കൊടുക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത മടക്കി വെച്ച് ഒരു സൈഡ് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ മടക്കി വെക്കാത്ത സൈഡ് വേണം നമ്മുടെ ഈ നെക്കിൻ്റെ സൈഡിലായിട്ട് ചേർന്നിരിക്കേണ്ടത്. നല്ല വശം ക്രോസ് പീസിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവും ഒരുപോലെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി കൂടുതൽ ഇങ്ങനെ ഇട്ട് കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് 1 ഇഞ്ചൊന്ന് കൂടുതലായിട്ട് വിട്ടതിന് ശേഷം വേണം നമ്മൾ ആ നോച്ചിട്ട ഭാഗത്തു നിന്നും ചുറ്റിനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് 4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് പിന്നീട് ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ റൗണ്ടിൽ നമ്മൾ ഏത് ഷേപ്പിലാണോ നെക്ക് കട്ട് ചെയ്തത് ആ ഷേപ്പിൽ ചുറ്റിനും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ ബാക്ക് നെക്കിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മളിവിടെ കുറച്ച് പീസ് ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് വിട്ടിട്ടുണ്ടല്ലോ, ആ പീസിന് ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് തിരിച്ച് ഇങ്ങനെയൊന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഈ കൊണ്ടുവന്ന പീസ് ഇങ്ങനെ വെച്ച് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ക്രോസ് പീസിനെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി വെച്ച്
ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ നമ്മളിവിടെ നെക്കിൻ്റെ ഭാഗം ക്രോസ് പീസ് ഉപയോഗിച്ച് നല്ല വശത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ക്രോസ് പീസിനെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് ചുറ്റിനും ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിവിടെ ക്രോസ് പീസ് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചീത്ത വശമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ നല്ല വശവും. അങ്ങനെ നമ്മളിവിടെ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ചോക്ക് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മാർക്കിങ്ങിൽ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അതിൽ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന അവിടെ ആയിട്ടിങ്ങനെ എങ്ങനെയാണ് സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ടതും മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ. അതേ കറക്റ്റ് അളവ് തന്നെ ഇപ്പുറത്തെ വശത്ത് ഒന്നുകൂടെ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന സ്ഥലത്ത് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബോബിൻ ഇലാസ്റ്റിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എങ്ങനെയാണ് ബോബിൻ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ ഈ വരച്ച ലൈനിൽ കൂടെ ഇവിടം വരെ ഒന്ന് ഒരു പ്രാവശ്യം ബോബിൻ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. പിന്നീട് അതിൻ്റെ താഴെയായിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് നീക്കിയതിന് ശേഷം അടുത്തായിട്ട് വീണ്ടും ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ 4 പ്രാവശ്യം ബോബിൻ ഇലാസ്റ്റിക് ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. അങ്ങനെ ബാക്കിൽ ഫ്രണ്ടിൽ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നോർമൽ ഇലാസ്റ്റിക് ഉണ്ടല്ലോ, നീളത്തിലുള്ള ബോബിൻ ഇലാസ്റ്റിക്കിന് പകരമായിട്ട് നമുക്ക് ഇതേലത്തെ ഇലാസ്റ്റിക് വേണമെങ്കിലും വേസ്റ്റിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ചീത്ത വശത്തൂടെ ഈ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബോബിൻ ഇലാസ്റ്റിക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ബോബിൻ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്കിലും ഫ്രണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിൻ്റെ താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. 1 ഇഞ്ചാണ് നമ്മൾ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിട്ടിട്ടുള്ളത്. ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി പിന്നീട് വീണ്ടും 1/2 ഇഞ്ച് വീതിയിൽ ഒന്നുകൂടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻറ്റ് എടുക്കണം. നല്ല വശത്തൂടെയാണ് നമ്മൾ സൈഡ് ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം.
അങ്ങനെ ഇവിടെ താഴ്വശവും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ഫ്രണ്ടിലും ബാക്കിലും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്ത് സൈഡ് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്.